ഹലോ നമസ്കാരം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. വളരെ സന്തോഷമുള്ള വാർത്തകളാണ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസസ് ആണ് ഗ്ലോബലി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയുള്ള ടാരിഫുകൾ അടുത്ത 90 ദിവസത്തേക്ക് ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരെയുള്ള ടാരിഫുകൾ താൽക്കാലികമായിട്ട് പോസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിർത്തിവെക്കുകയാണെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇത് സംബന്ധിച്ച് ഗ്ലോബൽ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനും അനുഭവിക്കാൻ കഴിയാതിരുന്നത്. ഇല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ്, ഒരു 3% ചിലപ്പോൾ ഒരു 600-700 പോയിന്റിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ അത്ര വലിയൊരു പോയിന്റിൻ്റെ മുന്നേറ്റമൊക്കെ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എനിവേ അടുത്ത ദിവസം അതായത് വെള്ളിയാഴ്ച വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് നിഫ്റ്റിയെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കി കാണുന്നത്. ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് അതായത് നാസ്ഡാക്ക്, S&P 500 ഇവയൊക്കെ വലിയ രീതിയിലാണ് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് S&P 500 ഒക്കെ 9% മുകളിൽ സിംഗിൾ ഡേ മൂവ്മെന്റ് അപ്സൈഡിലേക്ക് നടത്തി. 2008 ശേഷം ഒരൊറ്റ ദിവസത്തെ ഏറ്റവും വലിയ ഇൻഡെക്സ് മൂവ്മെന്റ്. അപ്പോൾ അത്ര വലിയ പോസിറ്റീവിലാണ് ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ വേറെ നെഗറ്റീവ് ന്യൂസുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത് നാളത്തെ ദിവസം വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പും അതേ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ്നെസ്സും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 1-2 രാത്രി കൊണ്ടാണ് ഒറ്റയടിക്ക് ഈ ഒരു തീരുമാനത്തിന് താൽക്കാലികമായിട്ട് 90 ദിവസത്തേക്ക് നിർത്തിവെക്കുക എന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക അതല്ലെങ്കിൽ ട്രംപ് ഈ ഒരു നിലപാടിൽ എത്തിച്ചേർന്നത്? ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ടാരിഫ് അനൗൺസ് ചെയ്ത സമയത്ത് 1000 പോയിന്റിന്റെ ഗ്യാപ് ഡൗണിലാണ് മൺഡേ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. വലിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് പാനിക് ആയിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് തന്നെ ഈവൻ അമേരിക്ക പോലും അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് പോലും വളരെ നെഗറ്റീവ്ലിയാണ് ഇതിനെതിരെ റെസ്പോണ്ട് ചെയ്തത്. ഒരു ട്രേഡ് വാർ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ചൈന ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങൾക്കെതിരെയുള്ള ടാരിഫ് പഴയ പോലെ തന്നെ നിലനിൽക്കും. എന്നാൽ ചൈനയ്ക്കെതിരെ 125% ടാരിഫാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചൈന അമേരിക്കക്കെതിരെ 84% ടാരിഫ്. ഡയറക്റ്റ്ലി ഈ ഒരു വാർ നടക്കുന്നത് അമേരിക്കയും ചൈനയും തന്നെയാണ്. അപ്പോൾ നാളത്തെ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നിർത്താം, അമേരിക്ക ഈ ഒരു നിലപാട് എടുക്കാനുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റീസൺസ് എന്തൊക്കെയാവാം എന്നല്ല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ട്രംപിനൊഴികെ അമേരിക്കയിൽ ആർക്കും തന്നെ ഈ ഒരു ടാരിഫ് റേറ്റുമായിട്ട് വലിയ രീതിയിലുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിന് പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതേ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനുമുള്ള സംവിധാനം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് എക്സ്പോർട്ടിങ്ങും അല്ലെങ്കിൽ ഇമ്പോർട്ടിങ്ങും ഒക്കെ ഒരുപാട് രീതിയിൽ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ ഓവർനൈറ്റിൽ വന്നിട്ട് 30%, 80%, 100% ഒക്കെ ടാരിഫ് റേറ്റിലേക്ക് നാളെ മുതൽ വേണമെന്ന് പറയുന്ന സമയത്ത് ലോകത്തിലെ തന്നെ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടിയിലേക്ക് നീങ്ങും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അതിനപ്പുറത്തേക്ക് അമേരിക്കയിലെ ജനങ്ങൾ തെരുവിൽ വരെ ഇറങ്ങുന്ന അവസ്ഥയിലെത്തി. അമേരിക്കയിലെ ജനങ്ങൾക്ക് ഒരുപാട് ടാക്സ് ബേർഡൻ ഇതുകൊണ്ട് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ അവർ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ വൈറ്റ് ഹൗസിലെ ഒഫീഷ്യൽസ് രാജിവെക്കും എന്ന് പറയുന്ന സിറ്റുവേഷനിലെത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായതിനെ തുടർന്നാണ് ട്രംപ് ഈ ഒരു നിലപാടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, താൽക്കാലികമായിട്ട് ചൈന ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും ടാരിഫ് പഴയ പോലെ തന്നെയായിട്ട് നിലനിർത്തുകയാണെന്നുള്ളത്. ഇത്തരത്തിൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ്സ് അവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു നിലപാടിലേക്ക് എഗെയിൻ ആ ഒരു പഴയ ടാരിഫ് റേറ്റിലേക്കൊക്കെ തിരിച്ചു വന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു? അമേരിക്കൻ മാർക്കറ്റ് തന്നെ അല്ലെങ്കിൽ നാസ്ഡാക്ക് അല്ലെങ്കിൽ S&P 500 തന്നെ വലിയ രീതിയിൽ പോസിറ്റീവ്ലിയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റ്സിലും വലിയ രീതിയിലുള്ള റിയാക്ഷൻസ് പോസിറ്റീവ്ലി നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ദിവസം നമുക്കത് കാണാൻ പറ്റാത്തത്. സോ നമ്മൾ നാളെ അത് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്? ഓക്കെ, ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. വലിയ രീതിയിൽ ഗ്യാപ് ഡൗൺ വരാൻ പോകുന്നു. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൈയിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ കുറിച്ചോ കൂടുതൽ ചിന്തിക്കാതിരിക്കുക. സിറ്റുവേഷൻസ് എപ്പോൾ വേണമെങ്കിലും വേഴ്സ് ആവാം. കാരണം മൊത്തത്തിൽ ഗ്ലോബലി ഒരു വോളറ്റിലിറ്റിയുടെ ഹോൾസെയിൽ ഡീലറായിട്ടാണ് ട്രംപിനെ ഞാനിപ്പോൾ നോക്കി കാണുന്നത്. ഈ ഒരു വോളറ്റിലിറ്റി നാളെ അദ്ദേഹം പറയുകയാണ് എഗെയിൻ 90 ദിവസത്തേക്ക് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ കൺട്രീസിനെതിരെയൊക്കെ ടാരിഫ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇതേ റിയാക്ഷൻസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഒരു കൂൾ ഓഫ് ഈ ഒരു സിറ്റുവേഷൻ, ട്രേഡ് വാർ അല്ലെങ്കിൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഇന്ത്യ നയതന്ത്രപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എഗ്രിമെൻറ്റിലൊക്കെ ഏർപ്പെടുന്നത് വരെ, ഓരോ സെക്ടറിലെങ്കിലും ഏർപ്പെടുന്നത് വരെ താൽക്കാലികമായിട്ട് അഗ്രസീവ് ബൈയിങ് ഡിസിഷൻസ് അല്ലെങ്കിൽ അഗ്രസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാതിരിക്കുക. അതേസമയം തന്നെ നിങ്ങൾ ഓൾറെഡി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് മിഡ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അത് വലിയ രീതിയിലുള്ള നഷ്ടത്തിലാണ്.
ഇൻ കേസ് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ അതിൻ്റെ മുന്നേയൊക്കെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ രീതിയിൽ ലോസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാളത്തെ ദിവസം അടുത്ത ദിവസങ്ങളിൽ ഈ പോസിറ്റീവ്നെസ് കിട്ടുന്ന സമയത്ത് ആ ഒരു പോർട്ട്ഫോളിയോയിൽ വളരെ വീക്കായിട്ട് ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ ഒന്ന് എക്സിറ്റ് ചെയ്ത് ക്യാപിറ്റൽ ഒന്ന് സേഫ് ആക്കാൻ നോക്കുക. അപ്പോൾ പോർട്ട്ഫോളിയോ ഒന്ന് റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, ശ്രമിക്കുന്നതായിരിക്കും ഈ സിറ്റുവേഷനിൽ ഏറ്റവും ബെറ്റർ. ഇനി അതല്ല നമ്മൾ കുറച്ചും കൂടി ലോങ് ടേം ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 അല്ലെങ്കിൽ ETF കുറച്ചുകൂടി കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റി അഗൈൻ ബാക്ക് ടു 23,000 അല്ലെങ്കിൽ 23,200 23,400 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ, ബെറ്റർ ആണ്. അഗൈൻ അവിടെ നിന്നൊരു ഡിപ്പ് കൂടി വരികയാണ്, ഈ ഒരു റിട്രേസ്മെൻറ്റ് താഴെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അഗൈൻ നിങ്ങൾക്ക് നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 അങ്ങനെയുള്ള ETF കൺസിഡർ ചെയ്യാം. ഡയറക്റ്റ്ലി നിഫ്റ്റിയിലേക്കോ അല്ലെങ്കിൽ നിഫ്റ്റിയിലെ നെക്സ്റ്റ് 50 കമ്പനീസിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കാണേണ്ടത്. അല്ലാതെ ഒരു അഗ്രസീവ് ബൈയിങ്ങിലേക്കോ റോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലേക്കോ പോകാതിരിക്കുന്നതാണ് ഈ ഒരു അവസ്ഥയിൽ സേഫ്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഏറ്റവും കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവിലേക്ക് അടുത്ത 1-2 ക്വാർട്ടറിലെങ്കിലും പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ. ഇപ്പോൾ RBI റെപ്പോ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന് ഒരു കട്ടിന് സാധ്യതയുണ്ട്. 6.25 ഉള്ളത് 6 ആവാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 9 അത് നടക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അത് പോസിറ്റീവ്ലി തന്നെയാണ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ച് 2 സെക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്കിങ്, NBFC കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ്, അവരുടെ ഏർണിങ്സിൽ ക്രെഡിറ്റ് ഗ്രോത്ത് കൂടുന്ന സമയത്ത് ഏർണിങ്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ FMCG, കൺസ്യൂമർ ഗുഡ്സ്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങളിലേക്ക് പണം എത്തുന്നതോടുകൂടി കൺസപ്ഷൻ കൂടുന്നതും അതേപോലെ തന്നെ ഈ കമ്പനീസിൻ്റെ ഒക്കെ ഏർണിങ്സ് ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് 2 ക്വാർട്ടറിലെങ്കിലും ഇത് സ്റ്റേബിളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ പോസിറ്റീവ്ലി ഗ്ലോബൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡാമേജുകൾ നിഫ്റ്റിക്ക് ഇനി സംഭവിക്കാതിരിക്കാം. അതായത് വലിയ രീതിയിൽ ലോസ്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം സെപ്റ്റംബറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹൈന് ശേഷം മാർക്കറ്റ് ഒരു 15-16% മുകളിലൊക്കെ കറക്റ്റ് ചെയ്തു നമ്മൾ പറയുന്നു ടെക്നിക്കൽ ക്രാഷിൻ്റെ വക്കിൽ വരെയൊക്കെ എത്തുന്നു. പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് റിക്കവർ ആവും, സ്റ്റെബിലൈസ് ആവും തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിലവിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് നല്ല രീതിയിലൊരു ട്രേഡ് എഗ്രിമെൻറ്റിലൊക്കെ ഇന്ത്യക്ക് ഏർപ്പെടാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുന്ന ഡാമേജുകൾ ഇന്ത്യൻ മാർക്കറ്റിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാതെ പോകാം. അതേപോലെ തന്നെ RBI ടൈംലി ഡിസിഷൻസ് വളരെ അക്യുറേറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ മാർക്കറ്റിന് വലിയ രീതിയിലുള്ള ഭീഷണികളില്ല. എന്നാൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള നിഫ്റ്റി ഒന്ന് താഴേക്ക് വന്നു, വാല്യുവേഷൻ കറക്റ്റ് ചെയ്ത് ഒരുപാട് സ്റ്റോക്കുകൾ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. ചീപ്പിൽ നിന്ന് അതിലേക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിലേക്കും ഒരുപാട് സ്റ്റോക്കുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ടൈം ടു ടൈം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആ ഒരു രീതിയിൽ കാണണം, എൻഹാൻസ് ചെയ്യണം. ഇവിടെ എല്ലാം ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇത്രയൊക്കെ പെർസെൻറ്റേജ് കറക്റ്റ് ചെയ്യുന്നു. ഇവിടെയൊക്കെ ഇന്ത്യയുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിലെ സ്റ്റെബിലിറ്റിക്ക് ഒന്നും വലിയ രീതിയിലുള്ള കോട്ടങ്ങൾ തട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ബിലീവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ തീർച്ചയായിട്ടും ബിലീവ് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് കൂൾ ഓഫ് ആവുന്നതിനനുസരിച്ച് മാർക്കറ്റ് റിക്കവർ ആവുന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നാളത്തെ ഗ്യാപ്പ് അപ്പ് നടക്കുന്നതും നിഫ്റ്റി പോസിറ്റീവ്ലി റിയാക്ട് ചെയ്യുന്നതൊക്കെ ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത 2 ക്വാർട്ടറിലേക്ക് പറഞ്ഞിട്ടുള്ളത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെ അനുസരിച്ചിരിക്കും. ആ ഡാറ്റ ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഈ ഒരു 2 ക്വാർട്ടറിന് ശേഷമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ റിസർച്ച് നിങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ടൈം നിങ്ങൾ ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഫോർ യു, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഫോർ യു. ഓക്കെ.